നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അനിൽകുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കർഷകരെയും തൊഴിലാളികളെയും നിരന്തരം വഞ്ചിക്കുന്ന പിണറായി സർക്കാരിനെ ഇടതുപക്ഷ സർക്കാർ എന്ന് വിശേഷിപ്പിക്കാനാകില്ലെന്ന് ദേശീയ കർഷക സമാജം. പാലക്കാട് വെച്ച് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ തിരുവനന്തപുരത്തെത്തിയപ്പോൾ മുഖ്യമന്ത്രിക്കും കൃഷിമന്ത്രിക്കും ഓർമ്മയില്ലാത്ത സ്ഥിതിയാണെന്ന് കർഷക സമാജം പ്രസിഡന്റ് മുതലാംതോട് മണി. സർക്കാരിനെതിരെ ഇനി നിലനിൽപ്പിനായുള്ള മഹാപ്രക്ഷോഭമെന്നും കർഷക നേതാക്കൾ. ഓങ്ങല്ലൂരിൽ 20ഓളം പേർ CPM വിട്ടു. PV അൻവർ MLAയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന വിശദീകരണം. വരും ദിനങ്ങളിൽ പ്രദേശത്ത് കൂടുതൽ പേർ പാർട്ടി വിടുമെന്നും മുൻ CPM പഴഞ്ചേരി ബ്രാഞ്ച് കമ്മിറ്റി അംഗം. ഭരണഘടനാ ശില്പി അൻബേക്കറെ അവഹേളിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്ന് SDPI. അൻബേക്കർക്കെതിരായ വിവാദ പരാമർശത്തിനെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ SDPI പ്രതിഷേധം. വാർത്തകൾ വിശദമായി. കർഷകരെയും തൊഴിലാളികളെയും നിരന്തരം വഞ്ചിക്കുന്ന പിണറായി സർക്കാരിനെ ഇടതുപക്ഷ സർക്കാർ എന്ന് വിശേഷിപ്പിക്കാനാകില്ലെന്ന് ദേശീയ കർഷക സമാജം. ഉപതെരഞ്ഞെടുപ്പ് വേളയിലും അതിനു മുമ്പും കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ തിരുവനന്തപുരത്തെത്തിയാൽ മുഖ്യമന്ത്രിയും കൃഷിമന്ത്രിയും അവഗണിക്കുന്ന സ്ഥിതിയാണെന്നും കർഷക സമാജം പ്രസിഡന്റ് മുതലാംതോട് മണി. കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോഴൊക്കെ ആനുപാതികമായി സംസ്ഥാന സർക്കാർ പ്രോത്സാഹന തുക കുറയ്ക്കുകയാണ്. ഫലത്തിൽ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച വില പോലും കിട്ടുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നെല്ലുവില കൂടുതൽ നൽകുന്നത് കേരളത്തിലാണെന്നാണ് മന്ത്രിമാർ പറയുന്നത്. അങ്ങനെ പറയുന്ന മന്ത്രിമാർ ചെലവ് കൂടി താരതമ്യം ചെയ്യണം. PRS വായ്പാ സമ്പ്രദായ നെൽവില നൽകൽ കർഷകരെ കൂടുതൽ ദുരിതത്തിലും കടക്കണിയിലുമാക്കുന്നതാണ്. PRS സമ്പ്രദായം അവസാനിപ്പിക്കണം. താങ്ങുവില 40 രൂപയെങ്കിലും ആക്കുകയും കൈകാര്യ ചെലവ് നൽകുകയും വേണം. നെല്ല് സംഭരണത്തിനായി കേന്ദ്രം നിശ്ചയിക്കുന്നത് തന്നെ സംഭരണം അട്ടിമറിക്കാനാണ്. കർഷകർക്ക് അനുകൂലമായ കോടതി വിധികളെ പോലും അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വന്യമൃഗശല്യത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു നടപടിയുമില്ല. പറമ്പിക്കുളം ആളിയാർ നദീജല കരാറിലും സർക്കാർ പരാജയമാണ്. കർഷക രക്ഷയെ മുൻനിർത്തിയുള്ള തുടർ സമരങ്ങൾക്ക് ചിറ്റൂരിൽ ചേരുന്ന ജില്ലാ സമ്മേളനം രൂപം നൽകുമെന്നും മുതലാംതോട് മണി പറഞ്ഞു. വരുന്ന 24-ാം തീയതി ചൊവ്വാഴ്ച കാലത്ത് കൃത്യം 10 മണിക്ക് ചിറ്റൂർ കച്ചേരിമേട്ടിൽ നിന്ന് ജാഥ ആരംഭിക്കും. അടിക്കോട് ജംഗ്ഷൻ വഴി പാലാഴി കല്യാണ മണ്ഡപത്തിൽ എത്തിച്ചേരും. തുടർന്ന് സമ്മേളനം നടക്കും. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് രാഷ്ട്രീയ കിസാൻ മഹാസംഘിന്റെ സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് ആണ്. കൂത്തുപറമ്പിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് രാഷ്ട്രീയ കിസാൻ മഹാസംഘിന്റെ ദേശീയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് KV ബിജു ആണ്. അതുകൂടാതെ കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള സ്വതന്ത്ര കർഷക സംഘടനാ പ്രതിനിധികളും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള കർഷക പ്രതിനിധികളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഭാരവാഹികളായ V രവീന്ദ്രൻ, V വിജയരാഘവൻ, S അതിരഥൻ, AB അരവിന്ദാക്ഷൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറെ അവഹേളിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷൊർണൂരിൽ SDPI പ്രതിഷേധ പ്രകടനം നടത്തി. വർണ്ണവെറിയുടെയും ജാതി നിന്ദയുടെയും രാഷ്ട്രീയത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരമെന്ന് SDPI നേതാക്കൾ. അംബേദ്കറെ അപമാനിച്ച അമിത്ഷായുടെ നടപടിക്കെതിരെ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പ്രതിഷേധമുയർത്തണമെന്ന് SDPI നേതാക്കൾ അഭ്യർത്ഥിച്ചു. ഷൊർണൂർ ടൗണിൽ നടന്ന പ്രകടനത്തിന് മണ്ഡലം സെക്രട്ടറി സിദ്ദിഖ് ഷൊർണൂർ, മുനിസിപ്പൽ പ്രസിഡന്റ് മുസ്തഫ, മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി ഷക്കീർ കല്ലിങ്ങൽ, ജോയിന്റ് സെക്രട്ടറി യാസിർ മാട്ടുമൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂരിൽ 20ഓളം പേർ CPM വിട്ടു. പഴഞ്ചേരി ബ്രാഞ്ച് കമ്മിറ്റി അംഗവും DYFI നേതാവുമായിരുന്ന മുസ്തഫ വരമംഗലത്തിൻ്റെ നേതൃത്വത്തിലാണ് 20ഓളം പേർ പാർട്ടി വിട്ടത്. PV അൻവർ MLAയുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനമെന്നും കൂടുതൽ പേർ ഉടൻ CPM വിടുമെന്നും മുസ്തഫ പറഞ്ഞു. CPMന്റെ തെറ്റായ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്ന് മുസ്തഫ വരമംഗലം പറഞ്ഞു. PV അൻവർ MLAയുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനം. നിലവിൽ പാർട്ടിയിൽ നിന്ന് 20ഓളം പേർ തനിക്കൊപ്പം പാർട്ടി വിട്ടതായും മുസ്തഫ വരമംഗലം അവകാശപ്പെട്ടു. DYFI കാരക്കാട് മേഖലാ നേതാവായിരുന്ന മുസ്തഫ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയായി 13ാം വാർഡിൽ മത്സരിച്ചിരുന്നു. പഴഞ്ചേരി ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു. പാർട്ടിയുടെ പ്രമുഖ പദവിയിൽ ഇരുന്നവരടക്കം നിരവധി പേർ ഉടൻ പാർട്ടി വിടുമെന്നും ഉടൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുമെന്നും മുസ്തഫ വരമംഗലത്ത് പറഞ്ഞു. ജനവിരുദ്ധ നയങ്ങളും
അതുപോലെ തന്നെ വർഗീയതയോടുള്ള മൃദു സമീപനവുമാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ PV അൻവർ MLA ഉയർത്തിപ്പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ RSSന് അടിയറവ് വെക്കുന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു പാർട്ടിയിൽ തുടർന്നു പോകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൻ്റെ പ്രകാരം കഴിഞ്ഞ ആഴ്ച ഫേസ്ബുക്കിലൂടെ ഞാൻ പ്രഖ്യാപിച്ചിരുന്നു, ഇടത് രാഷ്ട്രീയത്തോട് വിട പറയുകയാണ് എൻ്റെ വ്യക്തിപരമായ കാരണങ്ങളാൽ. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ BRC ഓട്ടിസം സെന്ററിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ ശിശുക്ഷേമ സമിതി അംഗം വാസുദേവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ BRC BPC അജോയ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് KB ജൂബി മുഖ്യാതിഥിയായിരുന്നു. ഓട്ടിസം സെന്റർ PTA പ്രസിഡന്റ് സുകുമാരൻ സ്വാഗതം പറഞ്ഞു. ഷൊർണൂർ AEO ബിന്ദു, ആര്യഞ്ചിറ AUP സ്കൂൾ അധ്യാപകൻ ശാന്തിലാൽ, സെന്റ് തെരേസ് LP സ്കൂൾ പ്രധാനാധ്യാപിക മേരി സൂസൻ, ഗ്രേസ് തോമസ്, ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഹോസിയ നന്ദി പറഞ്ഞു. തുടർന്ന് സെന്റ് തെരേസിലെയും ആര്യഞ്ചിറ AUP സ്കൂളിലെയും കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് സഹവാസ ക്യാമ്പിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് സഹവാസ ക്യാമ്പ് നടക്കുന്നത്. പരേഡ് പരിശീലനം, ഫിസിക്കൽ ട്രെയിനിംഗ്, മെഡിറ്റേഷൻ ക്ലാസ്, ജീവിതശൈലി, സൈബർ ക്രൈം, മൊബൈൽ ഫോണിന്റെ ദുരുപയോഗ ദൂഷ്യഫലങ്ങൾ, ലഹരിവിരുദ്ധ ബോധവൽക്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും കലാപരിപാടികളും ക്യാമ്പിന്റെ ഭാഗമായി നടക്കും. ക്യാമ്പിന്റെ ഉദ്ഘാടനം പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ്. തീർച്ചയായും അതിന് പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇന്നത്തെ ഈ 2 ദിവസത്തെ അവധിക്കാല ക്യാമ്പിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനന്ദവല്ലി, സ്കൂൾ പ്രധാന അധ്യാപിക T രാധ, പ്രശാന്ത് മാസ്റ്റർ, കൃഷ്ണദാസ്, ഹരിദാസൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പത്തിരിപ്പാല GVHS സ്കൂളിൽ SPC ദ്വിദിന ക്യാമ്പ് തുടങ്ങി. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസം മണിക്കൂറുകൾ മാത്രമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സഹവാസ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഈ 2 ദിവസം എന്നുള്ളത് മുഴുവൻ സമയങ്ങളിലും ഇത് മാത്രമായി, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമായി ഏറ്റെടുത്തുകൊണ്ടാണ് നിങ്ങൾ ഓരോ ആളുകളും നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ 2 ദിവസത്തെ ക്യാമ്പ് എന്നുള്ളത് വിവിധ വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പുകൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ ആളുകളാണെങ്കിലും നിയമത്തെക്കുറിച്ചും അതുപോലെ തന്നെ റോഡ് സുരക്ഷയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ച് അറിവുള്ള കുട്ടികളാണ് ഈ ഇരിക്കുന്ന ഓരോ കുട്ടികളും. PTA പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മങ്കര സ്റ്റേഷൻ SHO പ്രതാപ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. K അനിൽ, SMC ചെയർമാൻ സന്തോഷ്, ശശിധര പണിക്കർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ലീല ബാലകൃഷ്ണൻ, സുനിത എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ പ്രമോദ് സ്വാഗതവും പ്രധാനാധ്യാപിക അനിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ കള്ളാടിപ്പറ്റ ഗവൺമെന്റ് LP സ്കൂളിൽ ആദരിക്കൽ ചടങ്ങും ക്രിസ്തുമസ് ആഘോഷവും നടന്നു. പ്രൊഫസർ CP ചിത്രഭാനു ഉദ്ഘാടനം ചെയ്തു. കള്ളാടിപ്പറ്റ ഗ്രാമത്തിന്റെ കലാസാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ 5 പതിറ്റാണ്ടിലേറെ നിറസാന്നിധ്യമായ PM നാരായണനെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദരിച്ചത്. ചടങ്ങ് പ്രൊഫസർ CP ചിത്രഭാനു ഉദ്ഘാടനം ചെയ്തു. പത്മാവതി ടീച്ചർ PM നാരായണന് മൊമന്റോ സമ്മാനിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷത വഹിച്ചു. CS പ്രദീപ്, PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, AM നാരായണൻ, P നാരായണൻ, M രാമചന്ദ്രൻ, M നാരായണൻ, K അനൂപ്, TT സലീം, മിനി ഷെർലി, VP ശ്രീകുമാർ, കേശവൻകുട്ടി, TM മാധവനുണ്ണി, രാമദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിൽ ക്രിസ്മസ് ആഘോഷവും നടന്നു. കേക്ക് മുറിക്കലും കുട്ടികളുടെ ഗാനാലാപനവുമുണ്ടായി.
ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്മസ് ദിനാഘോഷം നടന്നു. വള്ളത്തോളനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടും ന്യൂ ഇയറിലേക്കും ക്രിസ്മസിലേക്കും ആഘോഷത്തിന്റെ വേളയിലാണ്. നമ്മുടെ ചെറുതുരുത്തി ഹൈസ്കൂൾ PTA-യുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും നേതൃത്വത്തിൽ ഇന്ന് ചെറുതുരുത്തി LP സ്കൂളിലും ഹൈസ്കൂളിലുമെല്ലാം ഇതുപോലുള്ള ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ HM സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു, ക്രിസ്മസ് ആശംസകൾ നേരുന്നു എല്ലാവരെയും. PTA പ്രസിഡന്റ് MM ഹനീഫ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ M പ്രീതി, പ്രധാനാധ്യാപിക അൻസിയാമ മാത്യു, പഞ്ചായത്ത് അംഗം താജുന്നിസ, ഡെപ്യൂട്ടി HM NK ലീന, SMC ചെയർമാൻ KS ഷബീർ, മാതൃസംഗമം പ്രസിഡന്റ് A ചിത്രലേഖ, റിട്ടയേർഡ് അധ്യാപിക TU പ്രസന്ന, അധ്യാപകരായ ജോസ് ജെയിംസ്, C അനസ് ബാബു, വിൽസൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി AUP സ്കൂളിൽ വർണ്ണാഭമായ ക്രിസ്മസ് ആഘോഷം നടന്നു. പുൽക്കൂടൊരുക്കിയും ക്രിസ്മസ് പാപ്പായോടൊപ്പം ആടിയും പാടിയുമായിരുന്നു കുട്ടികളുടെ ക്രിസ്മസ് ആഘോഷം. ക്രിസ്മസ് കേക്കും ബിരിയാണിയും കഴിച്ചാണ് വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് മടങ്ങിയത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് അലിയാണ് 250ഓളം കുട്ടികൾക്കുള്ള കേക്ക് നൽകിയത്. പ്രധാനാധ്യാപിക മഞ്ജു, അധ്യാപകർ, PTA ഭാരവാഹികൾ എന്നിവർ ആഘോഷത്തിന് നേതൃത്വം നൽകി. നിങ്ങൾക്കുള്ള കേക്ക് മധുരപലഹാരം വിതരണം ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നമ്മൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിൽ ക്രിസ്മസ് ദിനാഘോഷം നടന്നു. പ്രധാനാധ്യാപകൻ PK മോഹനൻ ക്രിസ്മസ് ദിന സന്ദേശം നൽകി. PTA പ്രസിഡന്റ് EK അലി അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ വിജയരാജ്, മാതൃസംഗമം പ്രസിഡന്റ് KV വിജിത, സീനിയർ അധ്യാപകരായ KM ശാലിനി, AA അബ്ദുൽ ഗഫൂർ, TA കവിത, NA രജനി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം NSS KPT ഹൈസ്കൂളിൽ 1999 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. HM ഇൻചാർജ് ലില്ലി സംഗമം ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഈ ഒരു റീയൂണിയൻ, അതായത് 98-99 കാലഘട്ടത്തിലെ കുട്ടികളെന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തന്നെയാണ്. ആ സമയത്ത് ഞാനും ഇവിടെ ഉണ്ട്. ഇവിടെ ഐ ഡോണ്ട് റിമെമ്പർ കുട്ടികളെങ്കിലും ഫേസസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ കുട്ടികളുടെ ഫേസസ് തന്നെ ഇപ്പോൾ മറന്നു പോവാണ്. കുട്ടികൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. വളരെ ഷീലിംഗ്സിൻ്റെ ബാച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൻഡ് ഐ ഫീൽ എന്താ പറയുക, ഐ ഹാവ് നോ വേർഡ്സ് ടു എക്സ്പ്രസ് മൈ ഹാപ്പിനെസ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാനും അപ്പം ജോയിൻ ചെയ്ത് 98-ലാണ് ഞാനിവിടെ HSAയിൽ ജോയിൻ ചെയ്തത്. ഇപ്പോൾ ഞാൻ 25 റിട്ടയർ ചെയ്ത് ഈ മാർച്ചിൽ റിട്ടയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും ആ ഒരു കുട്ടികളെ കണ്ടത് വളരെയധികം സന്തോഷമുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ അബ്ദുൾ മനാഫ് അധ്യക്ഷത വഹിച്ചു. മെബിൻ സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. ഷീല രമണി ടീച്ചർ, രഘുകുമാർ, നിർമ്മല, രഘുരാജൻ, ശ്രീധരൻ, ചാന്ദിനി, മനു, അജിത് കുമാർ, നിഷ തുടങ്ങിയവർ സംസാരിച്ചു. മുഷ്താഖ് അലി നന്ദി പറഞ്ഞു. അധ്യാപകർക്ക് ആദരവും സ്നേഹോപഹാരവും നൽകി. വിവിധ സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് KCYM മെഗാ ക്രിസ്മസ് കരോൾ ഡിസംബർ 21 നടക്കും. ക്രിസ് ബോൺ ഉദ്ഘാടനം രൂപത അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാനവ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായാണ് മെഗാ ക്രിസ്മസ് കരോൾ സംഘടിപ്പിക്കുന്നതെന്ന് KCYM ഭാരവാഹികൾ പറഞ്ഞു. കരോളിൽ 1000-ലേറെ സാന്താക്ലോസുമാർ അണിനിരക്കും. ക്രിസ്ബോൺ നഗരം ചുറ്റി മിഷൻ സ്കൂൾ അങ്കണത്തിൽ സമാപിക്കും. ക്രിസ്ബോണിനായി NCYM ചിട്ടപ്പെടുത്തിയ കരോൾ ഗാനങ്ങളുടെ പ്രകാശനവും പാലക്കാട് പ്രസ് ക്ലബിൽ നടന്നു. ഈ വർഷം പാലക്കാട് രൂപതയിൽ അല്ലെങ്കിൽ പാലക്കാട് ടൗണിലായിട്ട്
ഒരു മെഗാ ക്രിസ്മസ് കരോള് നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഏകദേശം 1000-ലധികം പാപ്പമാരെ നിരത്തിക്കൊണ്ട് ഒരു ക്രിസ്മസ് കരോള്, മെഗാ ക്രിസ്മസ് കരോള് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നു. നാളെ വൈകുന്നേരം 5:30 മെഗാ ക്രിസ്മസ് കരോള് ആരംഭിക്കുന്നത്. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിനടുത്തുള്ള നിത്യസഹായ മാത ടൗൺ പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ ക്രിസ്മസ് മെഗാ കരോൾ റാലി ആരംഭിക്കുകയാണ്. KCYM ഭാരവാഹികളായ ജിസ് ചുങ്കത്ത്, അജോ കുറ്റിക്കാടൻ, അഷിൻ ജോയ്സൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് 22-ന് കൊല്ലങ്കോട് ഗായത്രി ഓഡിറ്റോറിയത്തിൽ നടക്കും. ജില്ലയിൽ 100 ക്ലബ്ബുകളിൽ നിന്നായി പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 350ഓളം പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരമുള്ള ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടത്തുക. ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KR സന്തോഷ് കുമാർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പാലക്കാട് MP VK ശ്രീകണ്ഠൻ, നെന്മാറ MLA K ബാബു, കൊല്ലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് K സത്യപാൽ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രവേശനം പാസ് മൂലമാണെന്ന ഭാരവാഹികളായ സെക്രട്ടറി B ബിനേഷ്, T ചന്ദ്രൻ, M കൃഷ്ണപ്രസാദ് എന്നിവർ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതുപോലെ ഞങ്ങളുടെ ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ, ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് TV കോയ അർജുനവാടി അദ്ദേഹം വരുന്നുണ്ട്. അതുപോലെ തന്നെ കൊല്ലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് സത്യപാൽ സാറ്, സമ്മാനദാനം K രാജേഷ് കൊല്ലം. അതോടൊപ്പം തന്നെ പിന്നെ പല പ്രമുഖരും, അതായത് ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ പോലെ മിസ്റ്റർ വേൾഡ് പട്ടം കിട്ടിയ മാസ്റ്റേഴ്സിൽ മിസ്റ്റർ ഏഷ്യ, മിസ്റ്റർ ഇന്ത്യ കിട്ടിയ സുരേഷ് കുമാർ അദ്ദേഹം നാളെ ഇവിടെ വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷകരെയും തൊഴിലാളികളെയും നിരന്തരം വഞ്ചിക്കുന്ന പിണറായി സർക്കാരിനെ ഇടതുപക്ഷ സർക്കാരെന്ന് വിശേഷിപ്പിക്കാനാകില്ലെന്ന് ദേശീയ കർഷക സമാജം. പാലക്കാട് വെച്ച് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ തിരുവനന്തപുരത്തെത്തിയപ്പോൾ മുഖ്യമന്ത്രിക്കും കൃഷിമന്ത്രിക്കും ഓർമ്മയില്ലാത്ത സ്ഥിതിയാണെന്ന് കർഷക സമാജം പ്രസിഡന്റ് മുതലാംതോട് മണി. സർക്കാരിനെതിരെ ഇനി നിലനിൽപ്പിനായുള്ള മഹാപ്രക്ഷോഭമെന്നും കർഷക നേതാക്കൾ. ഓങ്ങല്ലൂരിൽ 20ഓളം പേർ CPM വിട്ടു. PV അൻവർ MLAയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന വിശദീകരണം. വരും ദിനങ്ങളിൽ പ്രദേശത്ത് കൂടുതൽ പേർ പാർട്ടി വിടുമെന്നും മുൻ CPM പഴഞ്ചേരി ബ്രാഞ്ച് കമ്മിറ്റി അംഗം. ഭരണഘടനാ ശില്പി അൻബേക്കറെ അവഹേളിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്ന് SDPI. അൻബേക്കർക്കെതിരായ വിവാദ പരാമർശത്തിനെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ SDPI പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.